നമസ്കാരം. ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു ചെറിയ വാർത്തയുണ്ട്. ചെറിയ കോളം വാർത്തയാണ്. മന്ത്രി ശിവൻകുട്ടി സങ്കടത്തോടെ പറഞ്ഞ ഒരു കാര്യം. അതിൻ്റെ റിയാക്ഷനിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ആമുഖമായി എന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഈ വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഇപ്പോഴത്തെ മന്ത്രിയെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആ നിയമസഭാ ഹാളിൽ മുണ്ട് കയറ്റിക്കുത്തി അവിടെ മേശയുടെ പുറത്തൂടെ നടന്ന് കമ്പ്യൂട്ടറും ചെയറുമെല്ലാം വലിച്ചെറിയുന്ന ഒരു ദൃശ്യമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുക. ഇത് ലോകമെങ്ങും ഈ വീഡിയോ പ്രചരിച്ചു കഴിഞ്ഞിട്ടും ആ കേസിൻ്റെ ഭാഗമായി കോടതിയിൽ ചെന്നപ്പോൾ അദ്ദേഹം വളരെ സത്യസന്ധമായി പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ രാഷ്ട്രീയക്കാരും പറഞ്ഞു, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല. കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുമ്പോൾ നമ്മളെ ക്രോസ് ചെയ്യുന്നതിന് മുമ്പായി ഒരു സത്യവചനം ചൊല്ലണം. ദൈവനാമത്തിൽ ഞാനിവിടെ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് പറയേണ്ടതുണ്ട്. അതിവരൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇവർക്ക് അത് തെറ്റിക്കാം. കാരണം ഈശ്വര വിശ്വാസികളല്ലാത്തതുകൊണ്ട്, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ നടത്തിയാൽ അത് ലംഘിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു തമാശയ്ക്ക് ഞാനത് പറഞ്ഞു പോയി എന്ന് മാത്രം. എന്നാൽ വി ശിവൻകുട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു വിഷ്വലും കൂടിയുണ്ട്. ഏതോ സമരത്തിൻ്റെ ഭാഗമായി ഈ CPM അനുഭാവികളും വിദ്യാർത്ഥികളും നേതാക്കന്മാരും എല്ലാവരും കൂടെ ഒരു ഓഫീസിലേക്ക് കയറി ചേർന്നു. അത് ഹിന്ദിക്കാരായ ഓഫീസേഴ്സാണ് അവിടെ ഉള്ളത്. എന്ത് ഓഫീസാണെന്ന് ഞാൻ വ്യക്തമായി ഓർക്കുന്നില്ല. സ്റ്റെയർ കേസ് കയറി വരുന്ന ഈ നേതാക്കൾ, അതിൽ ശിവൻകുട്ടി മുൻപന്തിയിലുണ്ട്. ശിവൻകുട്ടി ചോദിച്ചു, ആരാണ് ലിഫ്റ്റ് ഓഫ് ചെയ്തത്? ആരാണ് ലിഫ്റ്റ് ഓഫ് ചെയ്തത്? ഉടനെ ഹിന്ദിക്കാർക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് ചോദിക്കുന്നത്. അവർ ക്യാ ടു വാട്ട് ഹാപ്പൻ സർ, വാട്ട് ഇസ് എ പ്രോബ്ലം? ഉടനെ ശിവൻകുട്ടിയുടെ ഒരു മറുപടിയുണ്ട്. വളരെ ഹിറ്റാണ്, ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടാ എന്ന് ശിവൻകുട്ടി അലറുന്ന ഒരു വീഡിയോ. അതും എൻ്റെ മനോമുഖത്തിലുണ്ട്, മറ്റു പലരും കണ്ടു കാണും. നമ്മളെ ചിരിപ്പിച്ച് കളഞ്ഞ കാര്യങ്ങളാണ്. പിന്നീട് അദ്ദേഹം മന്ത്രിയായി, വിദ്യാഭ്യാസ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ കേരളം ഒന്നാകെ ചിരിച്ചു. മാത്രവുമല്ല, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകൾ വരികയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രിയാക്കാൻ പറ്റിയ ആൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപഹസിച്ചു. പിന്നീട് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് സംസാരിച്ചതിൽ ഒരു 15 പ്രാവശ്യമെങ്കിലും ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, മുഖ്യമന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രിയോട് ചോദിച്ചു, മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറയാറുണ്ട്. അപ്പോൾ തന്നെ പലരും പറഞ്ഞു, എല്ലാ വകുപ്പുകളും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നുവെന്ന് പേരുദോഷം കേൾക്കാതിരിക്കാൻ വേണ്ടി ഒരു വകുപ്പ് ഒരു ഡെമ്മി മന്ത്രിയെ ഏൽപ്പിച്ചതാണ്. എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? വകുപ്പ് മന്ത്രിയുടെ വാചകങ്ങളിൽ നിന്നും അത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് അപ്പോഴും ശിവൻകുട്ടിയെ ട്രോളി. അതിനൊന്നും മറുപടി ശിവൻകുട്ടി പറഞ്ഞില്ല. പിന്നീടാണ് ഏറ്റവും രസകരമായ മറ്റു ചില സംഭവങ്ങളുണ്ടാകുന്നത്. പണ്ട് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ചിലരുടെ പേരുകൾ തെറ്റിപ്പറഞ്ഞ കാര്യങ്ങൾ ട്രോളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡയബറ്റിക്കാണ്, എനിക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ അങ്ങനെ നാക്ക് കുഴഞ്ഞു പോകും, അതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞു. അക്കാര്യം ജനങ്ങളങ്ങ് മറന്നു. പിന്നീട് പുതിയ മന്ത്രിസഭ വരുന്നു, പുതിയ മന്ത്രിമാർ വരുന്നു. അപ്പോഴാണ് ശിവൻകുട്ടിയെ കയറി പിടിച്ചത്. ശിവൻകുട്ടി ഈ SLC പരീക്ഷയുടെ വിജയശതമാനം പറയുന്നു. എത്ര കുട്ടികൾ പരീക്ഷ എഴുതി എന്ന് പറഞ്ഞപ്പോൾ 4,1000,3067 എന്നൊക്കെ പറഞ്ഞ് പപ്പ അടിക്കുന്ന കണ്ടപ്പോൾ പത്രക്കാർ വരെ ചിരിച്ചുപോയി. പിന്നീട് അദ്ദേഹം പറഞ്ഞു 4, 3, 2, 1, 8 എന്നിങ്ങനെ അക്കങ്ങളായി പെറുക്കി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയെന്ന് വേണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ട്രോളും പരിഹാസചരങ്ങളും വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച ഒരു സദസ്സിൽ ഞങ്ങളുടെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കലാലയങ്ങളിൽ ചടുലമായ പ്രസംഗങ്ങളിലൂടെ, ചടുലമായ വാക്കുകളിലൂടെ, ഗംഭീരമായ പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ കുടിയേറിയ ഒരു നേതാവായിരുന്നു ശിവൻകുട്ടി. എന്തിന്, താത്വികാചാര്യനായ P. ഗോവിന്ദപിള്ളയുടെ മകൾ പോലും അദ്ദേഹത്തെ പ്രണയിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ചാതുരിയും അദ്ദേഹത്തിൻ്റെ പ്രസംഗ നൈപുണ്യവും അത്രമേൽ ഗംഭീരമായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പോൾ എന്തോ അസുഖം കൊണ്ടാണ് ഇങ്ങനെ പറയാൻ പറ്റാതെ വരുന്നത്, അല്ലെങ്കിൽ വാക്കുകൾ കുഴഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു മനുഷ്യനെ അപമാനിക്കരുത്. അസുഖം വരുന്നത് ഒരു തെറ്റല്ലല്ലോ. അത് ഏത് പാർട്ടി എന്നൊന്നുമില്ല. നമുക്ക് വിരോധമുള്ള പാർട്ടിക്കാരനാണെങ്കിലും ഇഷ്ടമുള്ള പാർട്ടിക്കാരനാണെങ്കിലും അസുഖം വന്നാൽ അവരുടെ അസുഖത്തെ മാനിച്ചുകൊണ്ട് അവരെ പരിഹസിക്കാതിരിക്കണം. അതുകൊണ്ട് തന്നെ പിന്നീട് ശിവൻകുട്ടിയെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോയും ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്ന് വീഡിയോ ചെയ്യേണ്ടി വന്നതിന് ഒരു പ്രത്യേക കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പ് ഇതാണ്. 60,000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന
സ്കൂൾ യുവജനോത്സവം തിരുവനന്തപുരത്ത് അരങ്ങേറാൻ പോവുകയാണ് ജനുവരിയിൽ. അതിൽ സ്വാഗതഗാനം നൃത്തരൂപത്തിലാണ്. ആ നൃത്തം പഠിപ്പിക്കാൻ വേണ്ടി സ്കൂൾ കലോത്സവങ്ങളിലൂടെ സമ്മാനങ്ങൾ നേടി അതിൻ്റെ പേരിൽ ചലച്ചിത്ര നടിയായ ഒരു നടിയോട് ചോദിച്ചപ്പോൾ അവർ 5 ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചു. അത് അദ്ദേഹത്തിന് വേദനയുണ്ടായി. ഏത് നടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. സ്കൂൾ കലോത്സവങ്ങളിൽ സമ്മാനം മേടിച്ച ഒരുപാട് സിനിമാ നടിമാർ നമുക്കുണ്ടായിട്ടുണ്ട്. മഞ്ജു വാര്യർ, നവ്യ നായർ എന്നിങ്ങനെ അനശ്വര രാജൻ വരെയൊക്കെ അങ്ങനെ സമ്മാനങ്ങൾ മേടിച്ച ആളുകളാണെന്നാണ് എൻ്റെ തോന്നൽ. പക്ഷേ ഞാനിവിടെ ഊഹിക്കുന്നത്, അനുമാനിക്കുന്നത് മഞ്ജു വാര്യർ എന്ന് തന്നെയാണ്. കാരണം അവർക്കുള്ള ഒരു താരപദവി, താരമൂല്യം, പൊതുസമൂഹത്തിലുള്ള ഒരു പദവി മറ്റ് പലർക്കുമില്ല. സിനിമാ നടിയാണ്, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് എന്നല്ലാതെ മഞ്ജു വാര്യർ എന്ന് പറയുന്നത് പ്രത്യേകം ഒരു അടയാളപ്പെടുത്തൽ വേണ്ട നടി തന്നെയാണ്. അവരെ ആയിരിക്കണം വിളിച്ചിരിക്കുക. അവർ സമ്മതിച്ചു അത്രേ. സമ്മതിച്ചിട്ട് പിന്നീട് പറഞ്ഞു എനിക്ക് 5 ലക്ഷം രൂപ പ്രതിഫലം വേണമെന്ന് പറഞ്ഞു. അത് തെറ്റായിപ്പോയി. ഈ സ്കൂൾ കലോത്സവങ്ങളിൽ സമ്മാനം മേടിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ നടിമാരായത് എന്നാണ് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പൊന്നി ശിവൻകുട്ടി സാറേ, മലയാള സിനിമ ഉണ്ടായ കാലം മുതൽ കേരളത്തിൽ ഒരുപാട് നടിമാരുണ്ടായിട്ടുണ്ട്. വർഷങ്ങളോളം നായിക നടിയായി വിളങ്ങിയ ഷീല, ജയഭാരതി, എന്നിന് വിധുബാല, ഭവാനി, അങ്ങനെ തുടങ്ങി എത്രയോ പേർ. അവരൊക്കെ സ്കൂൾ കലോത്സവങ്ങളിൽ സമ്മാനം നേടിയിട്ടാണോ സിനിമാ രംഗത്തേക്ക് വന്നത്? അല്ല. സ്കൂൾ കലോത്സവങ്ങളിൽ സമ്മാനം നേടിയിട്ടുള്ള നടിമാർ അവർക്ക് കൃത്യമായി കഴിവുണ്ടായിരുന്നുകൊണ്ടും ടാലൻ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർക്ക് സമ്മാനം കിട്ടിയത്. അവർ പിന്നീട് സാഹചര്യം കൊണ്ട് സിനിമയിലേക്ക് വന്നുപെട്ടു. അല്ലാതെ ആ കലോത്സവത്തിൽ സമ്മാനം മേടിച്ചു, ആ ട്രോഫിയുമായി നിൽക്കുന്ന ചിത്രം കണ്ടിട്ടുടനെ സിനിമയിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് മൗഢ്യമാണ്. ഒരു കലോത്സവത്തിൽ സമ്മാനം മേടിച്ചുകൊണ്ട് ഉടനെ സിനിമാ നടിയാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അവർ സിനിമയിൽ നന്നായിട്ട് അഭിനയിക്കും എന്ന് കരുതാനും തരമില്ല. എന്നാൽ നവ്യ നായരാകട്ടെ, മഞ്ജു വാര്യരാകട്ടെ, അവരൊക്കെ അഭിനയിക്കാനുള്ള കഴിവ്, ആ സ്ക്രീൻ പ്രസൻസ്, സ്ക്രീനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ള അറിവ്, അത് പഠിച്ചിട്ടല്ല, അത് ജന്മം കൊണ്ട് കിട്ടിയതാണ്. അവരങ്ങനെ നടിമാരായി വലിയ സ്റ്റാറ്റസിലെത്തുകയും ചെയ്തു. ഇവിടെ 5 ലക്ഷം രൂപ ചോദിച്ചു എന്നുള്ളതാണ് ശിവൻകുട്ടി സാറിൻ്റെ പരിദേവനം. സാറേ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മഞ്ജു വാര്യരെ വിളിച്ചത്? അവരുടെ ആ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ? അവർക്ക് അതിനർഹമായ പ്രതിഫലം കൊടുക്കണ്ടേ? പിന്നെ ശിവൻകുട്ടി സാറേ, നിങ്ങൾക്കാണെങ്കിൽ, നിങ്ങളിപ്പോൾ മന്ത്രിയാണ്, ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്, കണ്ണട മേടിച്ചാലും അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചാൽ അതെല്ലാം ഫ്രീ ആണ്. ഏത് രാജ്യത്ത് പോയി ചികിത്സിക്കാം, യാത്ര ഫ്രീ ആണ്, ടെലിഫോൺ ഫ്രീ ആണ്, താമസിക്കുന്ന വീട് ഫ്രീ ആണ്. അത് ഈ കാലയളവിലാണെന്ന് വെച്ചാൽ പോലും ഇതെല്ലാം സൗജന്യമായിരിക്കും. നിങ്ങൾ ശമ്പളവും മേടിക്കുന്നുണ്ട്, ശരിയല്ലേ? ഇപ്പോൾ മഞ്ജു വാര്യർ എന്നനുമാനിച്ചാൽ അവർക്ക് ഒരു അസുഖം വന്നാൽ ആരാണ് ചികിത്സിക്കുക? അവർക്കൊരു യാത്ര പോകണമെങ്കിൽ അവർക്കൊരുപാട് ട്രാവൽ ചെയ്യേണ്ട ആളാണ്. അവർക്ക് ആ പണം മുടക്കണ്ടേ? അത് കയ്യിൽ നിന്നും മുടക്കണ്ടേ? അവരുടെ മറ്റ് ചിലവുകൾ, അവരുടെ സ്റ്റാറ്റസ് മാനേജ് ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവ്, ഇതെല്ലാം അവർ സ്വന്തം പണം മുടക്കി, സ്വന്തം അധ്വാനത്താൽ ഉണ്ടാക്കുന്ന പണം മുടക്കി ചെയ്യുമ്പോൾ, അവർ ഒരു ഡാൻസ് ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ, അവരുടെ ആ പേരുപയോഗിച്ച് നിങ്ങളത് മാർക്കറ്റ് ചെയ്യുമ്പോൾ അവർ 5 ലക്ഷം രൂപ ചോദിച്ചത് കൂടുതലാണോ സാറേ? പിന്നെ സാറേ, അവർ നോക്കുമ്പോൾ ധാരാളിത്തം നിറഞ്ഞ ഒരു സർക്കാർ, ദാരിദ്ര്യത്തിൽ വലിഞ്ഞു മുറുകി നിൽക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ, സാമ്പത്തികമായി അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഭാവവും മറ്റും കണ്ടാൽ നിങ്ങൾ എത്ര ധാരാളിത്തത്തോടെയാണ് ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാറേ, മുഖ്യമന്ത്രിയുടെ ഭവനത്തിൽ സ്വിമ്മിംഗ് പൂൾ നന്നാക്കിയതിൻ്റെ 8-1 കാശ് പോരെ? 25 ലക്ഷം രൂപയുടെ ലിഫ്റ്റ് സ്ഥാപിച്ചപ്പോൾ 1-ാം നിലയിലേക്ക് പോകാൻ അതിൻ്റെ 5-1 പണം പോരെ? എന്തിനാണ് സാറേ? പശുത്തൊഴുത്തുണ്ടാക്കാൻ എത്ര ലക്ഷം രൂപയായി? അതിൻ്റെ ചെറിയൊരംശം അല്ലേ ഉള്ളൂ 5 ലക്ഷം രൂപ? ഒന്നും വേണ്ട. നിങ്ങളെല്ലാവരും കൂടി ഒരു കേരള നടനം, കേരള പര്യടനം എന്ന് ഞാൻ പറയുന്നില്ല, കേരള നടനം നടത്തിയല്ലോ. അതിനുവേണ്ടി 1,06 ലക്ഷം രൂപ മുടക്കി ഒരു ബസ് വാങ്ങിയില്ലേ സാർ? ഏതോ ഒരു മന്ത്രി സഹാവ് പറഞ്ഞത് എന്താണ് സാറേ? ആ ബസ് ഇവിടെ മ്യൂസിയത്തിൽ കൊണ്ടുപോയിട്ടാൽ ജനങ്ങൾ ടിക്കറ്റ് എടുത്തത് കാണുമത്രേ. ആ ടിക്കറ്റിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഈ പണം ഈടാക്കാവുന്നു. ഇപ്പോൾ എവിടെയാണ് സാറേ ആ വണ്ടി? അതിൽ മരങ്ങളോ ആലോ ഒക്കെ മുളച്ചു തുടങ്ങിയുമെന്ന് പോയി നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചിലവുകളുടെ കാര്യം പറഞ്ഞാൽ എന്തെല്ലാം ചിലവുകൾ സാറേ? കേരളീയം എന്നൊരു പരിപാടി നടത്തിയില്ലേ തിരുവനന്തപുരത്ത്? എത്ര കോടി രൂപ മുടക്കി സാറേ? അതിൻ്റെ ഇലൂമിനേഷന് വേണ്ടി ഊരാളുങ്ങൾ സൊസൈറ്റിക്ക് എത്ര ലക്ഷം രൂപ കൊടുത്തു സാറേ? ശോഭനയുടെ ഡാൻസ് ആ ഗ്രൂപ്പ് വന്നതിന് എത്ര ലക്ഷം രൂപ കൊടുത്തു സാറേ? അങ്ങനെ ചോദിക്കാനാണെങ്കിൽ എത്രയെത്ര ചോദ്യങ്ങളുണ്ട് സാറേ. പിന്നെ ഒരു നടി 5 ലക്ഷം രൂപ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ ചോദിച്ചത് ഇത്ര വലിയ കാര്യമാണോ സാറേ? നിങ്ങൾ 60,000 വിദ്യാർത്ഥികളുടെ കലോത്സവം നടത്തുന്നു, അത് വലിയ കാര്യമായിട്ട് പറയുന്നു.
എൻ്റെ മകൻ ആ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ സ്കൂളിൽ നിന്നുള്ള നാടകത്തിന് സബ് ജില്ലയിലും ജില്ലയിലും ഫസ്റ്റ് കിട്ടി. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിലേക്ക് വരും. 10 കുട്ടികൾ 1.5 ലക്ഷം രൂപ ആ നാടകം പഠിക്കാൻ വേണ്ടി മുടക്കിയിട്ടാണ് അവർ നാടകം പഠിച്ചു വരുന്നത്. അവിടെ സമ്മാനം കിട്ടിയാൽ ഗ്രേസ് മാർക്ക് ഉണ്ടെന്ന് പറയും. ആ ഗ്രേസ് മാർക്ക് പോലും ഫുൾ A+ കിട്ടുകയാണെങ്കിൽ അവർ കൊടുക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിദ്യാർത്ഥികളുടെ ഇതുപോലുള്ള കലാമത്സരങ്ങൾ ആവശ്യമാണ്, സ്പോർട്സ് ആവശ്യമാണ്. ഇതൊക്കെ അവരുടെ ഭാവിയിലേക്ക് ആവശ്യമാണ്. അതേതൊരു സർക്കാരും ചെയ്യേണ്ടത് തന്നെയാണ്. സ്വാഗത നൃത്തം ആടാൻ വരുന്ന ഈ കുട്ടികളെ ഒരു സിനിമാ നടി തന്നെ വന്ന് പഠിപ്പിക്കണമെന്നില്ല. പഠിപ്പിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. അതിനേക്കാൾ എത്രയോ പ്രതിഭയുള്ള ഇവിടെ ഡാൻസ് മാസ്റ്റേഴ്സ് ഉണ്ട്. ഡാൻസ് സ്കൂൾ നടത്തുന്ന എത്രയോ പേരുണ്ട്. ഇപ്പോൾ എൻ്റെ ഗുരുവായ ബാലുഗിരിയത്തിൻ്റെ, എൻ്റെ സുഹൃത്തായ വിനുഗിരിയത്തിൻ്റെ സഹോദരി നടത്തുന്ന തിരുവനന്തപുരത്തെ വലിയ ഡാൻസ് സ്കൂളില്ലേ, റിഗാറ്റ എന്ന സ്കൂളിൽ നിന്ന് എത്രയോ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിരിക്കുന്നു. എത്രയോ സിനിമാ നടികൾ രൂപപ്പെട്ടിരിക്കുന്നു ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ. അവരോട് ചോദിച്ചാൽ അവർ സൗജന്യമായി വന്ന് പഠിപ്പിക്കും. സർക്കാരിനോടുള്ള അനുഭാവം കൊണ്ട് സൗജന്യമായി ചെയ്തേക്കാം. എനിക്കറിയില്ല, ഞാൻ അനുമാനിക്കുന്നു. ഒരു പേരും പ്രശസ്തിയുള്ള സിനിമാ നടി 5 ലക്ഷം രൂപ ചോദിച്ചതിൻ്റെ പേരിൽ അങ്ങ് ഇങ്ങനെ കരയുന്നത് ഇവിടെ ജനങ്ങളെ അപമാനിക്കലാണ്. ആ ജനങ്ങൾ തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ മന്ത്രിസഭ, നിങ്ങളുടെ ഭരണകൂടം കാണിക്കുന്ന ധാരാളിത്തത്തെക്കുറിച്ച്, ധൂർത്തിനെക്കുറിച്ച് അവർ ചോദ്യം ചോദിക്കും സാർ. അപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടത്, ശിവൻകുട്ടി സാറേ, ഒരിക്കലും ഇത് മാധ്യമങ്ങളോട് പറയരുതായിരുന്നു. ഒരു നടിയോട് ചോദിച്ചു, അവർ 5 ലക്ഷം രൂപ ചോദിച്ചു. അത് മനസ്സിൽ വെക്കുക. അത് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് അപമാനിതനാകുന്നത് നിങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ അപമാനിതരാകുന്നത് നിങ്ങളുടെ മന്ത്രിസഭയാണ്, നിങ്ങളുടെ ഭരണകൂടമാണ്. എന്താണെന്നല്ലേ, നിങ്ങൾ കാണിക്കുന്ന ധൂർത്തിനെക്കുറിച്ച് ഇവിടെയുള്ള ഏതൊരു കൊച്ചു കുഞ്ഞിനും നന്നായിട്ടറിയാം. ആ ധൂർത്തിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ തിരിച്ചു പിടിച്ച് സർക്കാരിനെ നന്നാക്കാൻ ശ്രമിക്കുന്ന അങ്ങേ അഭിനന്ദിക്കാൻ ആളുകളുണ്ടാവും. പക്ഷേ താങ്കൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഈ വാർത്ത അങ്ങ് പറയുമ്പോൾ ചെറുതാവുന്നത് താങ്കൾ തന്നെയാണ്. ഇനിയെങ്കിലും ആ നടി ആരാണെന്നൊന്ന് പറയുമോ സാറേ?